ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതമർപ്പിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ 26 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് നോക്കുവാനുള്ളത്. 26-ാമത്തെ ശ്ലോകം. തതഃ സാ ചണ്ഡികാ ക്രുദ്ധാ ശൂലേനാഭിജഘാനതം സ തദാഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാതഃ. തതഃ സാ ചണ്ഡികാ ക്രുദ്ധാ. അനന്തരം സ ആ ചണ്ഡികാദേവി ക്രുദ്ധ കോപിഷ്ഠയായി തീർന്നിട്ട് ശൂലേന അഭിജഘാനതം തൻ്റെ ത്രിശൂലം കൊണ്ട് ആ ശുംഭനെ അഭിജഘാന ഹനിച്ചു അല്ലെങ്കിൽ കൊന്നു. സ തഥാ അഭിഹതോ ഭൂമൗ മൂർച്ഛിതോ നിപപാതഃ. സ തഥാ അഭിഹതൗ. അഭിഹതോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ പൂർണ്ണമായും ജീവൻ പോയിരുന്നില്ല. തൻ്റെ ശൂലം കൊണ്ട് ആക്രമിക്കപ്പെട്ട് മുറിവേറ്റ് ബോധരഹിതനായി തീർന്ന ആ ശുംഭനാകട്ടെ ഭൂമൗ മൂർച്ഛിതോ നിപപാതഃ ഭൂമിയിൽ ബോധം കെട്ട് വീണുപോവുകയും ചെയ്തു. ഇനി അടുത്തത് 27-ാമത്തെ ശ്ലോകമാണ്. തതോ നിശുംഭ സംപ്രാപ്യ ചേതനാമാത്തകാർമുക ആജഘാന ശരൈർദേവീം കാളീം കേസരിണം തഥാ. തതോ നിശുംഭ സംപ്രാപ്യ ചേതനാം ആത്തകാർമുക. അങ്ങനെ ഭൂമിയിൽ വീണുപോയ ആ നിശുംഭൻ സംപ്രാപ്യ ചേതനാം ആ ബോധരഹിതനായി വീണ നിശുംഭൻ പെട്ടെന്ന് തൻ്റെ ആ ഒരു ബോധത്തെയൊക്കെ വീണ്ടെടുത്തിട്ട് ആത്തകാർമുക അതായത് ദേവിയുടെ നേരെ അപ്പോഴേക്കും തൻ്റെ ഉള്ളിലത്തെ മുഴുവൻ ആ കോപത്തെയും പുറത്തെടുത്തുകൊണ്ട് അങ്ങനെ ആ കോപത്താൽ ജ്വലിച്ചതും അതേസമയം തൻ്റെ ആ ഒരു വീഴ്ചയിൽ ലജ്ജിതനായി തീർന്ന അങ്ങനെ ഇരുണ്ടുപോയ ആ ശുംഭൻ ആജഘാന ശരൈർദേവീം കാളീം കേസരിണം തഥാ. ആ ഭദ്രകാളിയുടെ നേരെ ശരൈർദേവീം ശരത്തെ ധാരാളമായിട്ട് ശരങ്ങളെ പ്രയോഗിച്ചു. തന്നെയല്ല ദേവിയെ മാത്രമല്ല കാളീം കേസരിണം തഥാ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിൻ്റെ നേരെയും ശരങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. ഇനി 28-ാമത്തെ ശ്ലോകം. പുനശ്ച കൃത്വാ ബാഹൂനാമയുതം ധനുജേശ്വര ചക്രായുധേന ദിതിജച്ഛാദയാമാസ ചണ്ഡികാം. പുനശ്ച കൃത്വാ ബാഹൂനാം. ആ അസുര പതിയായിട്ടുള്ള നിശുംഭന തൻ്റെ ആ ഒരു മായാവൈഭവം കൊണ്ട് ബാഹൂനാം അയുതം ധനുജേശ്വര ആ അസുരേശ്വരനായ നിശുംഭൻ തൻ്റെ ആ ഒരു മായാവൈഭവത്താൽ ഇങ്ങനെ ശുംഭൻ ഭൂമിയിൽ പതിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു ആഘാതം കൊണ്ട് അവിടെ ഭൂമിയിൽ മരിച്ചു എന്ന് കരുതി വീഴപ്പെട്ടിരുന്ന നിശുംഭൻ പെട്ടെന്ന്
തൻ്റെ മായാവൈഭവം കൊണ്ട് 10,000 കൈകളെ ഉണ്ടാക്കി. ആ കൈകളിൽ ബാഹുനാം അയുധം ധനുജേശ്വര, തൻ്റെ മായാവൈഭവം കൊണ്ടാണ്. പൊതുവെ അസുരന്മാരുടെ ഒക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം, അവർ മായാചാരികളാണ്. അവർക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറുവാനും ഒക്കെ വളരെ പെട്ടെന്ന് സാധിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ നിശുംഭൻ തൻ്റെ 10,000 കൈകളിൽ, ആ കൈകളിലാകട്ടെ ചക്രായുധേന ദിതിജ ഛാദയാമാസ ചണ്ഡികാം, ആ കൈകളിൽ 10,000 ചക്രായുധത്തെ ധരിച്ചു. എന്നിട്ട് ഈ ചക്രങ്ങൾ പ്രയോഗിച്ച് ഛാദയാമാസ ചണ്ഡികാം, ദേവിയെ, ഛാദയ എന്ന് പറഞ്ഞാൽ മറച്ചു കളഞ്ഞു, ദേവിയെ കാണാൻ പറ്റാത്തതാക്കി മാറ്റി. അതായത് ഈ തൻ്റെ ചക്രം കൊണ്ട് അതിൻ്റെ ചുറ്റും ഒരു വലയം സൃഷ്ടിച്ച് ദേവിയെ കാണുവാൻ പറ്റാത്ത വിധത്തിൽ ആക്കി. തതോ ഭഗവതി, അടുത്ത 29ാമത്തെ ശ്ലോകം, തതോ ഭഗവതി ക്രുദ്ധ ദുർഗ ദുർഗാർത്തിനാശിനി ചിച്ഛേദ താനി ചക്രാണി സ്വശരൈ സായകാംശ്ച താൻ. അങ്ങനെ തതോ ഭഗവതി ക്രുദ്ധ, ആ സമയത്ത് ഭഗവതിക്ക്, ചണ്ഡികാദേവിക്ക് ഇത് കണ്ടപ്പോൾ അത്യധികം കോപം വന്നു. എന്നിട്ടോ ദുർഗാർത്തിനാശിനി, എല്ലാവരുടെയും ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവളായിട്ടുള്ള അമ്മയെ, അവിടുന്ന് ആ ഭഗവതി ക്രുദ്ധയായി തീർന്നിട്ട് ചിച്ഛേദ താനി ചക്രാണി, ആ ചക്രങ്ങളെ, തൻ്റെ ചുറ്റിനും മറയുണ്ടാക്കി വെച്ചിരുന്ന ആ ചക്രങ്ങളെ മുഴുവൻ ചിച്ഛേദ, മുറിച്ചു കളഞ്ഞു. എങ്ങനെ? സ്വശരൈ സായകാംശ്ച താൻ, തൻ്റെ ശരങ്ങളെ കൊണ്ട്, തൻ്റെ ബാണങ്ങളെ കൊണ്ട് അവയെല്ലാം ദേവി മുറിച്ചു കളഞ്ഞു. ഇനി 30ാമത്തെ ശ്ലോകമാണ്. തതോ നിശുംഭോ വേഗേന ഗദാമാദായ ചണ്ഡികാം അഭ്യധാവത വൈഹന്തും ദൈത്യസൈന്യ സമാവൃതഃ. തതോ നിശുംഭോ വേഗേന, അനന്തരം നിശുംഭൻ എന്ത് ചെയ്തു? വളരെ വേഗത്തിൽ ഗദാം ആദായ ചണ്ഡികാം, തൻ്റെ കയ്യിൽ തൻ്റെ ഗദയൊക്കെ എടുത്തുകൊണ്ട് ആ ചണ്ഡികാദേവിയുടെ അഭ്യധാവത വൈഹന്തും ദൈത്യസൈന്യ സമാവൃതഃ, ദൈത്യസൈന്യ സമാവൃതഃ, ഈ അസുര സൈന്യങ്ങളെ മുഴുവൻ, ഈ അസുര സൈന്യങ്ങളാൽ തൻ്റെ ചുറ്റും അങ്ങനെ സമാവൃതനായിക്കൊണ്ട് അവരുടെ, അതായത് നിശുംഭൻ മാത്രമല്ല, അസുര സൈന്യങ്ങൾ മൊത്തം ചുറ്റിനും അങ്ങനെ ഒരു കവചം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് സഹായികളായിട്ട് യുദ്ധത്തിൽ മരിച്ചു വീഴാൻ തയ്യാറായിക്കൊണ്ട് ഭടന്മാരായ അസുര സൈന്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിശുംഭൻ തൻ്റെ ഗദയും കയ്യിലെടുത്തുകൊണ്ട് ഭഗവതിയെ അഭ്യധാവത വൈഹന്തും, കൊല്ലുവാനായിക്കൊണ്ട് ഓടിച്ചെന്നു. ഇനി അടുത്തത് 31ാമത്തെ ശ്ലോകമാണ്. തസ്യാപതത ഏവാശു ഗദാം ചിച്ഛേദ ചണ്ഡിക ഖഡ്ഗേന ശിതധാരേണ സച ശൂലം സമാദദേ. തസ്യാപതത ഏവാശു, തസ്യ അപതത ഏവ ആശു, ഭഗവതിയുടെ നേരെ വരുന്ന ആ ഗദയെ ദേവി എന്ത് ചെയ്തു? ആശു, വളരെ പെട്ടെന്ന് തന്നെ, അപതത, മുറിച്ചു കളഞ്ഞു. എങ്ങനെ? ഗദാം ചിച്ഛേദ ചണ്ഡിക, തൻ്റെ ഗദ, അതായത് തൻ്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ ഗദയെ ദേവി ചിച്ഛേദ ചണ്ഡിക, ചണ്ഡികാദേവി മുറിച്ചു കളഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ. ഖഡ്ഗേന ശിതധാരേണ, തൻ്റെ ഖഡ്ഗം കൊണ്ട്, തൻ്റെ വാള് കൊണ്ടാണ് മുറിച്ചു കളഞ്ഞത്. ശിതധാരേണ സ ച ശൂലം സമാദദേ. അപ്പോൾ നിശുംഭനാകട്ടെ അവിടം കൊണ്ട് അടങ്ങിയില്ല. താൻ മറച്ചു പിടിച്ച, അതായത് ഈ ദേവിയെ മറയ്ക്കുവാൻ താൻ പ്രയോഗിച്ച ചക്രങ്ങളെയൊക്കെയും ദേവി തൻ്റെ വാളുകൊണ്ട് മുറിച്ചു കളഞ്ഞപ്പോൾ, തൻ്റെ നേരെ ഗദയുമായി പാഞ്ഞു വന്ന തൻ്റെ ചുറ്റിനും തീർത്തു വെച്ചിരുന്ന ചക്രം കൊണ്ട് തീർത്ത ആ മറയെ മുഴുവൻ ദേവി തൻ്റെ ശരങ്ങളെ കൊണ്ട് ഇല്ലാതെയാക്കി. തൻ്റെ നേരെ ഗദയും കൊണ്ട് പാഞ്ഞെടുത്ത നിശുംഭൻ്റെ ആ ഗദയെയും മറ്റ് സൈന്യങ്ങളെയും ഒക്കെ ദേവി എന്തു ചെയ്തു? തൻ്റെ വാൾ കൊണ്ട് മുറിച്ചു കളഞ്ഞു. ഇത് കണ്ടിട്ട് നിശുംഭൻ എന്തു ചെയ്തു? തൻ്റെ കയ്യിലുള്ള ശൂലം സമാദതേ, ശൂലം എടുത്തുകൊണ്ട് ദേവിയുടെ നേർക്ക് ചാടി വീണു. ഇനി അടുത്തത് 32ാമത്തെ ശ്ലോകമാണ്. ശൂലഹസ്തം തമായാന്തം നിശുംഭമരാർദ്ദനം ഹൃദി വിവ്യാധ ശൂലേന വേഗാവിദ്ധേന ചണ്ഡിക. ശൂലഹസ്തം തം ആയാന്തം, ശൂലം കയ്യിലേന്തിക്കൊണ്ട്, തം ആയാന്തം, തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള
നിശുംഭം അമരാർദ്ദനം. നിശുംഭൻ ആരാണ്? നിശുംഭൻ അമരാർദ്ദനം, ദേവന്മാരെയൊക്കെ ദ്രോഹിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ദേവശത്രുവായിട്ടുള്ള നിശുംഭൻ തൻ്റെ നേരെ ശൂലവും കയ്യിലേന്തിക്കൊണ്ട് വരുന്നത് ദേവി കണ്ടു. ഹൃദി വിവ്യാധശൂലേന വേഗാവിദ്ധേന ചണ്ഡിക. ചണ്ഡികാദേവി എന്ത് ചെയ്തു? വേഗാവിദ്ധേന അതിവേഗത്തിൽ തന്നെ ഹൃദി വിവ്യാധശൂലേന തൻ്റെ ശൂലത്തെ ആ നിശുംഭൻ്റെ ഹൃദയത്തിൽ തന്നെ തറപ്പിച്ചു. അതായത് ഇനിയും ഇവനെ കൊല്ലാതെ വിട്ടാൽ മതിയാവില്ല, ഇവനെ തൻ്റെ വൈഭവം കൊണ്ട് തന്നോട് നേരിടുവാൻ കഴിയാതെ അവൻ അവിടെ വീണുപോയതാണ്. മോഹിതനായിട്ട് അഥവാ മോഹാലസ്യപ്പെട്ട് വീണുപോയതായിട്ടുള്ള നിശുംഭൻ ശുംഭനെ വേദനിപ്പിച്ച് ഭൂമിയിൽ പതിച്ച ആ ആഘാതത്തിൽ അല്ലെ ഒരു ഷോക്ക് കൊണ്ട് മറ്റൊരു ഷോക്ക് കളയുന്നത് പോലെ ഇവിടെ നിശുംഭൻ അപ്പോൾ ചാടി എഴുന്നേറ്റ് വന്ന് ദേവിയുടെ നേരെ ആവും വിധം എല്ലാം നോക്കി. ഒടുവിൽ ദേവി ആ നിശുംഭൻ്റെ ഹൃദയത്തിൽ തന്നെ തൻ്റെ ശൂലത്തെ തറപ്പിച്ച്, അപ്പോൾ ഹൃദയത്തിൽ ശൂലം അങ്ങനെ ദേവിയുടെ ത്രിശൂലം തറച്ചിരിക്കുമ്പോൾ നിശുംഭൻ അവിടെ ഒട്ടും തന്നെ ചലിക്കാൻ കഴിയാത്തവനായിട്ട്, ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനായി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഹൃദയത്തിൽ തന്നെ അങ്ങോട്ട് തറച്ചു വെച്ചു തൻ്റെ ശൂലത്തെ. ഇനി അടുത്തത് 33-ാമത്തെ ശ്ലോകമാണ്. ഭിന്നസ്യ തസ്യ ശൂലേന ഹൃദയാന്നിസൃതോപര മഹാബലോ മഹാവീര്യസ്തിഷ്ഠേതി പുരുഷം വദൻ. ഭിന്നസ്യ തസ്യ ശൂലേന ദേവിയുടെ ആ ശൂലമേറ്റ് പിളർന്നതായിട്ടുള്ള ഹൃദയാന്നിസൃതോപരഹ നിശുംഭൻ്റെ ആ ഹൃദയത്തിൽ നിന്ന് പക്ഷേ നിസ്തൃതഃ അപരഹ വേറൊരു മഹാസുരനുണ്ടായി. മഹാബലോ മഹാവീര്യ തിഷ്ഠേതി പുരുഷം വദൻ. അവനാകട്ടെ മഹാബലോ മഹാവീര്യ മഹാബലവാനും മഹാവീര്യവാനുമായിരുന്നു. എന്നിട്ട് വന്നിട്ട് ദേവിയോട് ഇപ്രകാരം പറഞ്ഞെന്തോ അത്തിഷ്ഠേതി നില്ല എന്ന തിഷ്ഠ എന്ന് പറഞ്ഞാൽ നിൽക്കൂ എന്ന പരുഷം വദൻ എന്ന് വളരെ പരുഷമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ധാർഷ്ട്യത്തോടു കൂടിയിട്ട് ദേവിയോട് വന്ന് പറയുകയും ചെയ്തു. ഇനി 34-ാമത്തെ ശ്ലോകമാണ്. തസ്യ നിഷ്ക്രാമതോ ദേവി പ്രഹസ്യ സ്വനവത്തത ശിരശ്ചിച്ഛേദ ഖഡ്ഗേന തതോസാവപതദ്ഭുവി. തസ്യ നിഷ്ക്രാമതോ ദേവി ആ നിശുംഭൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട ആ മഹാവീര്യവാനായിട്ടുള്ള അസുരൻ്റെ എന്താ പറഞ്ഞേ? പ്രഹസ്യ സ്വനവത്തത ശിരശ്ചിച്ഛേദ ഖഡ്ഗേന. ആ ശിരശ്ചിച്ഛേദ അവൻ്റെ ശിരസ്സിനെ തലയെ മുറിച്ചു കളഞ്ഞു. എങ്ങനെ? ഖഡ്ഗേന തൻ്റെ വാളുകൊണ്ട് ഛേദിച്ചു. അങ്ങനെ അവന് തതോ അസൗ അപതദ്ഭുവി അങ്ങനെ അവൻ ഭൂമിയിൽ മരിച്ചു വീണു. അപ്പോൾ ആ നിശുംഭൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ആ മഹാസുരൻ്റെ തല ദേവി വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ വാൾ കൊണ്ട് ഛേദിച്ച് അവനെ മരിച്ചു വീഴ്ത്തി അഥവാ അവനെ കൊന്നു കളഞ്ഞു. ഇനി 35-ാമത്തെ ശ്ലോകമാണ്. തത സിംഹശ്ച ഖാഗോദ്രദംഷ്ട്രാക്ഷുണ്ണ ശിരോധരം അസുരാംസ്താം തഥാ കാളീ ശിവദൂതി തഥാപരാൻ. തത സിംഹശ്ച ഖാദോഗ്രദംഷ്ട്രാക്ഷുണ്ണ ശിരോധരം. തതഃ അനന്തരം സിംഹശ്ച ആ സിംഹം എന്ത് ചെയ്തു? ഖാദോഗ്രദംഷ്ട്രാക്ഷുണ്ണ ശിരോധരം ആ അസുരന്മാരായിട്ടുള്ള സൈനികരുടെയൊക്കെയും തലകളെയൊക്കെ തൻ്റെ ദംഷ്ട്ര ഉഗ്രദംഷ്ട്ര തൻ്റെ ഉഗ്രദംഷ്ട്രകൾ കൊണ്ട് കഷ്ണങ്ങളാക്കിയിട്ട്
തതസിംഹ ചഖാത ഉഗ്ര ദംഷ്ട്രാക്ഷുണ്ണ. തൻ്റെ ആ ഉഗ്രമായ ദംഷ്ട്രകൾ കൊണ്ട് അതിനെ കഷ്ണങ്ങളാക്കിയിട്ട് ക്ഷുണ്ണ കഴിച്ചു. എന്നിട്ടോ അസുരാംസ്താം തഥാ കാളി ശിവദൂതി തഥാപരാൻ. അങ്ങനെ കാളിയും ആ ശിവദൂതിയുമായിട്ട് മറ്റ് അസുരന്മാരെയും ഒക്കെ അസുരാംസ്താം തഥാ കാളി, അങ്ങനെ കാളിയും ശിവദൂതിയുമായി ചേർന്ന് തഥാ അപരാൻ എന്നാ പറഞ്ഞ അപരാൻ അസുരാം, മറ്റുള്ള അസുരന്മാരെയും ഒക്കെ ഭക്ഷിച്ചു. ഇനി അടുത്തത് 36-ാമത്തെ ശ്ലോകമാണ്. കൗമാരി ശക്തി നിർഭിന്ന കേചിന്നേഷുർമഹാസുരാ ബ്രഹ്മാണി മന്ത്രപൂതേന തോയേനാന്യേ നിപാതിതാ. കൗമാരി ശക്തി നിർഭിന്ന, ആ കൗമാരി ദേവിയുടെ ശക്തി എന്ന ആയുധത്താൽ നിർഭിന്ന മുറിവേറ്റ് കേചിന്നേശ്വർ മഹാസുര, ചില അസുരന്മാരൊക്കെ, കേച്ചിത്ത് എന്ന് പറഞ്ഞാൽ ചില അസുരന്മാരൊക്കെ മുറിവേറ്റ് മരിച്ചു വീണു. പിന്നെയോ ബ്രഹ്മാണി മന്ത്രപൂതേന, അതുപോലെ ബ്രഹ്മാണിയുടെ മന്ത്രത്താൽ തോയേന അന്യേ നിപാതിത, ബ്രഹ്മാണിയുടെ മന്ത്രത്താൽ പരിശുദ്ധമായിട്ടുള്ള ആ തോയം കൊണ്ട് ജലം വീണിട്ട് ചില അന്യേ നിപാതിത, മറ്റു ചില അസുരന്മാരൊക്കെ ഭൂമിയിൽ മരിച്ചു വീണു. ഇനി അടുത്തത് 37-ാമത്തെ ശ്ലോകമാണ്. മാഹേശ്വരി ത്രിശൂലേന ഭിന്നാഃ പേതു തഥാപരേ, ഭിന്നാഃ വാരാഹി തുണ്ടഘാതേന കേചിച്ചൂർണീകൃതാ ഭുവി. മാഹേശ്വരി ത്രിശൂലേന. ഇനിയും ഈ നമ്മൾ പല ശക്തി ഭാവങ്ങളെ കണ്ടിരുന്നു. അവരോരോരുത്തരും ഈ യുദ്ധത്തിൽ വീണ്ടും അവരൊക്കെ കളത്തിലിറങ്ങിയിട്ട് അവരൊക്കെ അവരുടേതായ രീതിയിൽ അസുരന്മാരെ നിഗ്രഹിക്കുകയാണ്. നമ്മൾ കണ്ടു കൗമാരി ദേവി തൻ്റെ ശക്തി കൊണ്ട്, വെയിലുകൊണ്ട് കുറേ പേരെ കൊന്നുകളഞ്ഞു. അതേപോലെ ബ്രഹ്മാണി ദേവി ആണെങ്കിൽ തൻ്റെ മന്ത്രത്താൽ ശക്തി ആർജിച്ച ജലം കൊണ്ട് കുറേ അസുരന്മാരെ വധിച്ചു. ഇനി അടുത്തത് മാഹേശ്വരി എന്ന ശക്തി സ്വരൂപിണി ത്രിശൂലേന, തൻ്റെ ത്രിശൂല പ്രയോഗം കൊണ്ട് ഭിന്ന പേതു തഥാ അപരെ, മറ്റു ചിലരെയൊക്കെ തൻ്റെ ത്രിശൂല പ്രയോഗം കൊണ്ട് ഭൂമിയിൽ മരിച്ചു വീണു. മാഹേശ്വരി ദേവിയുടെ ത്രിശൂലം കൊണ്ട്. വാരാഹി തുണ്ടഘാതേന കേചിച്ചൂർണീകൃതാ ഭുവി. വാരാഹി ദേവിയുടെ ആ ഒരു വാരാഹി തുണ്ടഘാതേന, ആ മുഖാഗ്രത്താലുള്ള ആ പ്രയോഗം കൊണ്ട് തന്നെ ചില അസുരന്മാരൊക്കെ കേചിത ചൂർണീകൃത, ചില അസുരന്മാരൊക്കെ ചൂർണീകൃതന്മാരായിട്ട്, അതായത് പൊടിഞ്ഞു വീണു. അത്രമാത്രം ശക്തിയിലാണ്, അതായത് ആ മരിച്ചു എന്ന് മാത്രമല്ല, അത് ആ അസുരദേഹം അത്രയും അങ്ങനെ തവിടുപൊടിയായിട്ടാണ് ഭൂമിയിൽ പതിച്ചത്. ഇനി അടുത്തത് 38-ാമത്തെ ശ്ലോകമാണ്. ഖണ്ഡം ഖണ്ഡം ച ചക്രേണ വൈഷ്ണവ്യാദാനവാഃ കൃതാഃ വജ്രേണ ചൈന്ദ്രി ഹസ്താഗ്ര വിമുക്തേന തഥാ പരേ. ഖണ്ഡം ഖണ്ഡം ച ചക്രേണ വൈഷ്ണവ്യ ദാനവാഃ കൃതാഃ. വൈഷ്ണവി ദേവിയുടെ ഖണ്ഡം ഖണ്ഡം ച ചക്രേണ, ചക്രായുധ പ്രയോഗം കൊണ്ട് അനേകം ദാനവാ എന്ന് പറഞ്ഞാൽ അനേകം അസുരന്മാരെ ഖണ്ഡമാക്കി നുറുക്കിക്കളഞ്ഞു, പല കഷ്ണങ്ങളാക്കി നുറുക്കി വീഴ്ത്തി തൻ്റെ ചക്രായുധം കൊണ്ട്. പിന്നെയോ വജ്രേണ ചൈന്ദ്രി ഹസ്താഗ്ര വിമുക്തേന തഥാ അപരേ. വജ്രേണ, തൻ്റെ വജ്രം കൊണ്ട്, ചൈന്ദ്രി ച ഐന്ദ്രി, അതായത് ഇന്ദ്രാണി ദേവിയുടെ വജ്രായുധം കൊണ്ട്, ഹസ്താഗ്ര വിമുക്തേന, മറ്റു ചില അസുരന്മാരൊക്കെ ഈ ഇന്ദ്രാണി ദേവിയുടെ കൈകളിലേന്തിയ വജ്രായുധം കൊണ്ട്, വജ്രത്തിൻ്റെ ആഘാതം കൊണ്ട്, വജ്രത്താലേറ്റ ആഘാതം കൊണ്ട് മരിച്ചു വീണു. തഥാ അപരേ, മറ്റു ചില അസുരന്മാരങ്ങനെ മരിച്ചു വീണു. പിന്നെയോ കേചിദ്വിനേശ്വരസുരാ, 39-ാമത്തെ ശ്ലോകമാണ്. കേചിദ്വിനേശ്വരസുരാ
കേചിന്നഷ്ടാ മഹാഹവേ ഭക്ഷിതാശ്ചാപരേ കാളി ശിവദൂതി മൃഗാധിപൈ. കേചിദ്വിനേശ്വരസുരാ, ചില അസുരന്മാരൊക്കെ അങ്ങനെ കുറേ അസുരന്മാർ യുദ്ധത്തിൽ അങ്ങനെ നശിച്ചുപോയി. കേചിൻ നഷ്ടാമഹാഹവേ, ചിലരാകട്ടെ ഈ മഹായുദ്ധത്തിൽ നഷ്ടന്മാരായി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുറേ പേര് പേടിച്ചോടി, അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. പിന്നെയോ ഭക്ഷിതാശ്ച അപരേകാളി, ബാക്കിയുള്ളവരെ ഭദ്രകാളി എന്തു ചെയ്തു? ഭക്ഷിച്ചു. ഭദ്രകാളി മാത്രമല്ല ശിവദൂതി മൃഗാധിപൈ, ശിവദൂതി വാഹനമായിട്ടുള്ള സിംഹവും ഭദ്രകാളിയും കൂടി ചേർന്ന് ബാക്കിയുള്ള അസുരന്മാരെ ഭക്ഷിക്കുകയും ചെയ്തു. അതായത് ആ യുദ്ധഭൂമി ഏതാണ്ട് ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത്രമാത്രം ആളുകളെ, അസുരന്മാരെ ഇപ്പോൾ ഈ മാതൃഗണങ്ങൾ അവരുടെ വാഹനമൊക്കെ കൂടി ചേർന്നിട്ട് കൊന്നും ഭക്ഷിച്ചും മുറിവേൽപ്പിച്ചും ഭയപ്പെടുത്തി ഓടിച്ചും ഒക്കെയായിട്ട് ഇല്ലാതെയാക്കി. ഇനി അടുത്തത് നമുക്ക് 10ാമത്തെ അധ്യായമാണ്. അത് അമ്മ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ശ്രീദേവി മഹാത്മ്യേ നിശുംഭവധോ നാമ 9-മോऽധ്യായഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.